ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ മിൻസ്കിലാണ്. മിൻസ്കുള്ളത് ബെലാറസിൽ. ഞങ്ങളൊരു 7 പേരായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആള്, അനീഷ്. ഇത് നമ്മുടെ അഖിലേട്ടൻ. ഇത് റൽബിൻ. ഡിക്സാ മോൻ കാണിക്കി. ഇതാണ് ഡിക്സൻ. ഇതാ മോൻ കാണിക്കി. അപ്പൊ നമ്മൾ എന്തിപ്പോ ചെയ്യാൻ പോണേ? നമ്മുടെ ഒരാളും കൂടി ഉണ്ട്, ഇപ്പൊ കാണിക്കാം. ഇതാണ് നമ്മുടെ മിൻസ്ക്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ലൈക്കൊക്കെ മഞ്ഞ് മൂടി കിടക്കാണ്. നമ്മുടെ ഒരാളെ കൂടി ഉണ്ട്. ശിവ, ഇവരാണ് നമ്മുടെ ലാസ്റ്റത്തെ 7-മൻ. കിട്ടുമത് അറിയില്ല. അപ്പൊ ഗൈസ്, നമ്മ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. ബെലാറസിൽ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു റെസ്റ്റോറന്റ് തപ്പിക്കൊണ്ട് നടക്കുക. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളുടെ KFC ഉണ്ടായിരുന്നു, അപ്പൊ അവിടേക്ക് പോവാ. അപ്പൊ നമ്മ KFC കഴിക്കാൻ പോണ്. പെട്ടെന്ന് ചാടി കയറി ഓരോ റെസ്റ്റോറന്റിൽ പോണില്ല. നമുക്കറിയണ പോലെ KFCയിൽ പോവാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോയോണ്ടിരിക്കുക. ഇവിടെ -डिग्री ആണ്. -23 ആണ് ഇപ്പോഴത്തെ ഇതില് ക്ലൈമറ്റ് വന്നത്. ടെമ്പറേച്ചർ -23 ആണ് ഇപ്പോൾ ഉള്ളത്. ലേക്ക് പിന്നെ കാണുന്നത് ലേക്കാണ്. ഫുള്ള് ഐസായിട്ട് കിടക്കുക. കാണുന്നതൊരു ബ്രിഡ്ജാണ്, ബ്രിഡ്ജാണ്. ഇവിടെ ബ്രിഡ്ജിന്റെ താഴെയുള്ള സ്ഥലം മാത്രം വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഐസായിട്ട് കിടക്കുക തന്നെയാണ്. ഹലോ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. KFC തപ്പി നടക്കാണ്. അവിടെ കണ്ടൊരു ബോർഡ്, പക്ഷെ എവിടെയൊന്നും അറിയില്ല. നമ്മുടെ പിള്ളേരൊക്കെ ബാക്കോടെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ജാക്കറ്റ്. ഇവിടെ വന്നിട്ട് കാര്യമില്ല. ജാക്കറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉള്ളത് വാങ്ങിച്ചാൽ മതി. കാരണം ഇത് ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലത്. പിന്നെ ഇവിടെ വിന്റർ ബൂട്ട് മസ്റ്റാണ്. ഇവിടെ മറ്റേ ഡിസംബറിൽ പെയ്ത മഞ്ഞ് ഇതുവരെ മെൽറ്റായിട്ട് പോയില്ല എന്ന് തോന്നുന്നു. നമുക്കിവിടെ ജീവിക്കാൻ കുറച്ച് സംഭവങ്ങൾ വേണമെന്നില്ല. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ടഫാണ് സർവൈവ് ചെയ്യുന്നത്. ഞങ്ങളെ മാനേജബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഉച്ച നേരത്തൊക്കെ. പിന്നെ തണുത്ത കാറ്റ് വന്നാലാണ് പ്രശ്നമുള്ള. തണുത്ത കാറ്റ് വരുമ്പോൾ നമ്മൾ ആകെ ഫ്രീസ് ആയി തുടങ്ങും. നമ്മുടെ നാട്ടിലെ ജാക്കറ്റ്സ് ഒന്നും ഇവിടുത്തെ റെഡിയല്ല. നമ്മള് KFC നോക്കി നടക്കാണ്. KFC എന്നല്ല, ഫുഡ് കഴിക്കാനുള്ള ഷോപ്പാണ് നോക്കി കിടക്കണേ. അനീഷ് വന്നിട്ടുണ്ട്. ബാക്കിമാരവിടെ നിക്കണുണ്ട്. എന്താന്നറിയില്ല. നല്ല തണവാ. മൂക്കൊക്കെ ഐസായിട്ടുണ്ട്. കണ്ട, അതെ ഞങ്ങള് ഇത് സിഗരറ്റ് വലിക്കുന്നല്ല. ഞങ്ങൾക്ക് ആ വഴിയാ പോണ്ടേ. ഞങ്ങളുടെ വഴി തെറ്റി പോയിരിക്കുന്നു ഗൈസ്. ഇതാണിപ്പോ നമ്മുടെ റോഡിന്റെ മുൻഭാഗം കാണണേ. ഇതാണ് റോഡ്. മഞ്ഞിങ്ങനെയാകും. ഇവിടെ റോഡിൽ മാത്രം മഞ്ഞില്ലാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും മഞ്ഞാ. ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിപ്പോയി. ഞങ്ങൾക്കിവിടെ വഴിയൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ട് വന്നവരല്ലേ. നമ്മുടെ പിള്ളേരാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാം.
സിം എടുത്താൽ നമുക്ക് നാട്ടിലേക്ക് വിളിക്കാം. സിം എടുക്കുകയാണെങ്കിൽ നമുക്ക് MTC എന്ന് പറഞ്ഞ ഇതുണ്ട്, അതെടുത്താൽ മതി. അത് കുറച്ചുകൂടി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്തായാലും നമ്മളിവിടുത്തെ ബെലാറസ് റൂമിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇത് ഒരു ലൈറ്റ് കുറച്ച് സെറ്റപ്പാണ്, ഫുള്ള് മഞ്ഞുമൂടി കിടക്കുക. ബെലാറസ് റൂമിൽ നമ്മളൊരു 10-300 എങ്ങനെ കൺവേർട്ട് ചെയ്ത് കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ നടക്കില്ല. പിന്നെ ചെറുതായിട്ടെങ്കിലും ബെലാറസിന്റെ ലാംഗ്വേജ് പഠിച്ചു വരാം. റഷ്യനായാലും കുഴപ്പമില്ല, കാരണം ഇവിടുത്തെ ഇംഗ്ലീഷ് ഇവർക്ക് അറിയില്ല. അവര് നമ്മള് പറയുമ്പോ സ്പീഡായി പറയാന്നൊക്കെ പറയണം ഇവര്. നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ ലാംഗ്വേജ് അറിയേണ്ട കാര്യമില്ല, കാരണം നമ്മളവർ പറയുമ്പോൾ അവരുടെ ഭാഷയിലാണ് പറയണേ. ക്രോസ് ചെയ്തു നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അടിക്കോടെ ഒരു ലേക്ക് പോകുന്നുണ്ട്, പക്ഷെ ലേക്ക് ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പൊ ലേക്കിന്റെ അവസ്ഥ. ഒരു സിഗ്നലൊക്കെ കാണാറുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകണം, പക്ഷെ നടക്കുമ്പോൾ നല്ല സ്ലിപ്പറിയാ. അതാണ് ഇവിടുത്തെ ഒരു ഇവിടെ നമ്മള് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ വീഴാൻ പോയിപ്പോ തന്നെ വഴിക്കാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ ഈ മഞ്ഞിങ്ങനെ എടുക്കുമ്പോഴേ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ വീഴും. പക്ഷെ ഇവിടുത്തെ ആൾക്കാര് നോർമൽ ജാക്കറ്റ്സ് നമ്മളെ പോലെയാണ്, ഫുൾ കവേർഡ് ഇല്ല. കുറച്ച് കളഞ്ഞ് നമ്മൾ ചിലപ്പോൾ അതുപോലെ അഡാപ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ 2 ദിവസം ഇവിടുത്തെ ഒരു ഇത് വെച്ച് ഫസ്റ്റ് ടൈം എന്തായാലും ഇതൊക്കെ കയ്യിൽ കരുതാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ നമ്മളെ പിള്ളേരുടെ അടുത്ത് എത്തും. ഇപ്പൊ ഇവിടെ അടുത്തൊരു പള്ളി കണ്ടു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോണതിൻ്റെ ഇടയിൽ കണ്ടതാ. അപ്പൊ എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോവാ. അടുത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇവിടുത്തെ ബെലാറസിന്റെ കാണിച്ചത് എവിടെ നോക്കിയാലും മഞ്ഞ്. എനിക്കിങ്ങനെ പറഞ്ഞ് ശീലില്ല വ്ളോഗ് ചെയ്ത്. ഞാൻ അറിയണ ആരെങ്കിലും കൈമാറാം. നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്യാണ് KFC പോകാൻ വേണ്ടി. ഇത് മാത്രമാണ് നമുക്ക് സുപരിചിതമായ കടകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ തൃശ്ശൂർക്കാരാട്ടാ, പറയാൻ മറന്നു. അല്ല, എന്നാലും നമുക്കൊന്ന് പറയണ്ടേ. ഒരാളെ കോഴിക്കോടുണ്ട് നമ്മുടെ കൂടെ, ബാക്കിയൊക്കെ നമ്മളൊക്കെ തൃശ്ശൂർക്കാരാ. അത് കാരണം കൊറേ നേരം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റണല്ലേ. കൈയൊക്കെ നമ്മള് ഗ്ലൗസ് ഊരിയിട്ടാണ് ഇപ്പൊ ഫോൺ പിടിച്ചാണ്. ഞങ്ങള് KFCയിലേക്ക് എത്താറായിട്ടുണ്ട് ഏകദേശം. എല്ലാരും കൂടി ഉണ്ട്. ഇവന്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ്. അവൻ നടക്കാൻ സെൽബിക്ക് കാലി കൊച്ചു പിടിക്കുക. ബോട്ട് പണി കൊടുത്തു. സെൽബി അവിടെ ഉണ്ട്, പതുക്കടക്കും. ഇവിടുത്തെ KFC കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഫ്ലാഗ് ഇതാണ് നമ്മുടെ ബെലാറസിന്റെ ഫ്ലാഗ്. കടയിൽ കയറുമ്പോഴൊരു സമാധാനം ഉണ്ടാവും. അവിടെ മാത്രം ഹീറ്ററുള്ളൂ. അല്ല പിന്നെ വല്ല മെട്രോ സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് അവിടെ സൈഡിൽ പോയിട്ട് ഹീറ്ററിലൊക്കെ കയറി നിൽക്കണം.
ക്യാഷ് പിന്നെ എല്ലായിടത്തും ഒരേപോലെയുള്ള കാരണം നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ മറ്റേ റൂബിളുള്ള കാശ് കൊടുക്കാന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്യാഷിക്ക് എത്തിയിട്ടുണ്ട്. നമ്മള് ക്യാഷ് കയറാണ്. ആദ്യമായിട്ടാണ് യൂറോപ്പിക്കൊക്കെ വന്നിട്ട് ക്യാഷ് കയറാൻ പോണം. മതിയില്ലാക്കില്ലേട്ടാ. ഇതിവിടുത്തെ ഒരു മാളാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറി വരുന്നത്. നമ്മൾ വന്നിട്ടില്ലല്ലോ. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ അറിയതാ. പോലെ നമുക്ക് ആക്സിലേറ്റർ പോയിട്ട് മകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അതൊക്കെ തന്നെ. അല്ല അധികം മേലെ മാളിന്റെ ഉൾഭാഗം. ഇവിടെ റൂബിള് എത്ര ജാക്കറ്റിന് 300 റൂബിൾ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നാട്ടിൽ ചെന്ന് മണി എത്ര വരും? 10,000 ഒരു 10 രൂപയൊക്കെ വരും. നല്ലത്. നമ്മുടെ ഈ ജാക്കറ്റ് അത്ര ഹെവി, ഇതൊക്കെ അത്രയാണ് ഹെവിയാണ്. ഭയങ്കര ഫെദറാ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഹുഡീസ് ഉണ്ട്. ഹുഡീസൊക്കെ നമുക്ക് നല്ലതാണ്. 149 റൂബിളൊക്കെ വരുന്നുണ്ട് ഡ്രസ്സിനൊക്കെ. നമുക്ക് ഇവിടെ വീഡിയോ എടുത്ത് ഇറക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാവുക, അറിയുന്നില്ല. ജാക്കറ്റ് പല മോഡലും കേട്ടോ. ഈ നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ മാളായ കാരണം നല്ല റേറ്റ് ഉണ്ട്. നമ്മളിങ്ങനത്തെ നമുക്ക് മുതലാവില്ല. ഞാൻ ഈശിന് കൊടുക്കാം കുറച്ച് നേരം. Hi guys. ബർഗർ കിങ് ഒക്കെ ഉണ്ട് ഇവിടെ. ബർഗർ കിങ് ഒക്കെ ഉണ്ട് ഇവിടെ. നിങ്ങളെന്താ പണി? നാച്ചുറൽ ബ്ലോഗൊക്കെ. സ്റ്റുഡിയോ പോലത്തെ ആടാ. ഇത് പറയാം നമ്മുടെ നാട്ടിലത്തെ സ്റ്റുഡിയോ. നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ ജാക്കറ്റൊക്കെ ബാക്ക് ക്യാമറ ഫ്രണ്ട് ബാക്ക്
മൈൻഡ് സെറ്റാ ആ മിഠായി ഇത് നമ്മുടെ അവിടുത്തെ മാള് പോലൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും നോക്കിയിട്ട് കാണാനില്ല. ഏകദേശം നമ്മുടെ ഇന്ത്യൻ മാൾസ് പോലൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ ബ്രാൻഡ്സുകൾ അറിയുന്നുണ്ട്. ഇവിടെ നല്ല നല്ല ബ്രാൻഡുകൾ, ഇവിടുത്തെ പോപ്പുലർ ബ്രാൻഡ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടുത്തെ ബ്രാൻഡുകളിൽ ആകെ ഞാൻ വാൻസ് മാത്രമേ കണ്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ ആകെ എനിക്ക് പരിചയമുള്ളൊരു കട എന്ന് പറയുന്നത് വാൻസിൻ്റെ മാത്രം ബ്രാൻഡാണ്. ബാക്കി ബ്രാൻഡൊന്നും മനസ്സിലാവാത്ത ബ്രാൻഡുകളാണ്. നമുക്ക് എന്തായാലും ബ്രാൻഡ്സിലെ വിലകൾ നോക്കാം. Can we take pictures? Do you have winter boots? Winter? Yeah. There is winter. There's like -20 with waterproof and Okay. They're membrane. Okay. There is like Gore-Tex. Like there is -30. There is some just right now. Of course, too with waterproof, and there is like spring, autumn, but they don't have a waterproof. It is better to choose waterproof, right? Yeah, there is waterproof and there is waterproof. ഇതൊക്കെ വാട്ടർ പ്രൂഫാണ്. ഇത് സ്പ്രിങ് ഓട്ടം ആ സീസണിൽ ഉപയോഗിക്കാനാണ്. വാട്ടർ പ്രൂഫ് അല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വാട്ടർ പ്രൂഫുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ യൂസ് ചെയ്യുന്നത് വുഡ്ലാൻഡിൻ്റെ ഷൂ ആണ്. പക്ഷെ ചെറുതായിട്ട് എനിക്ക് തണുത്തടിച്ച് കയറുന്നുണ്ട്. ഇത് മാത്രമേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡുള്ളൂ. വാൻസ് നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡാണ്. നിങ്ങളുടെ ടെക്കാത്തലുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്? ഇത് നല്ല ചൂടാണ്. നിനക്കോ അനീഷ? നിനക്കോ? ഞങ്ങളടുത്ത ഷോപ്പിലേക്ക് പോവുക. അടുത്ത വീഡിയോ അവിടെ നിന്ന് കാണാം. നമ്മളിപ്പോൾ നടക്കുന്നത് നേരത്തെ കണ്ട ലേക്കിൻ്റെ മേലെ കൂടെയാണ്. ലേക്കിൻ്റെ മേലെ ഐസകട്ട പിടിച്ച് കിടക്കുക. അതുകൊണ്ട് അതിൻ്റെ മേലെ കിടന്ന് നമുക്ക് ഈസി വേ ആയതാണ് റൂമിലേക്ക്. നമ്മൾ റൂം ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയാണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ആ ലേക്കിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അധികം കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ യൂസ് ചെയ്യാനുള്ള ഗ്ലൗസ് മാത്രമേ അധികമായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എല്ലാവരും റൂമിലെത്തി റെഡിയായി. അഖിൽ ചേട്ടൻ എവിടെയാ? അപ്പം എല്ലാവർക്കും ബൈ.